തിരുവനന്തപുരത്ത് വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തിയിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. പരിധിയിൽ വെള്ളം ലഭ്യമാക്കാത്ത നടപടിക്കെതിരെയാണ് BJPയുടെ ഈ പ്രതിഷേധ മാർച്ച്. വിവരങ്ങളുമായി ജ്യോതിഷ് ജനാർദ്ദനൻ ചേരുകയാണ്. ജ്യോതിഷ്, BJPയുടെ പ്രതിഷേധം വാട്ടർ അതോറിറ്റി ഓഫീസിന് മുമ്പിലാണ്. നമുക്കറിയാം തലസ്ഥാനത്ത് ജലവിതരണം മുടങ്ങുന്ന സാഹചര്യമാണ്. മഴക്കാലമായിട്ട് പോലും പൈപ്പുകളിൽ വെള്ളം മുടങ്ങുന്ന സാഹചര്യമുണ്ട്. നിരവധി തവണ ഇക്കാര്യത്തിൽ പ്രതിഷേധങ്ങൾ ഉയർന്നതാണ്. ഇപ്പോൾ എന്താണ്, ഇപ്പോഴും ജലവിതരണം തടസ്സപ്പെടുന്ന സാഹചര്യമാണോ? പ്രതിഷേധത്തിലേക്ക് നയിക്കാനുണ്ടായ സാഹചര്യം എന്താണ് ജ്യോതിഷ്? വിനോദ്, ഇപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ മുന്നിൽ കഴക്കൂട്ടം മണ്ഡലത്തിലെ BJP പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. ഇപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ മുന്നിൽ ശക്തമായ പ്രതിഷേധമാണുള്ളത്. കൗൺസിലർമാരായിട്ടുള്ള ചെമ്പഴന്തി ഉദയൻ, അതുപോലെ തന്നെ രാജി പ്രതിഷേധത്തിലുണ്ട്. അതായത് കഴക്കൂട്ടം മണ്ഡലത്തിൽ വെള്ളം നിരന്തരമായിട്ട് മുങ്ങുന്ന ഒരു സാഹചര്യമാണ് എന്നാണ്. അതിനാൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ BJPയുടെ നേതൃത്വത്തിൽ, BJP കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റിയുടെ മുന്നിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണേലും ഇപ്പോൾ ശക്തമായ കഴിവുകെട്ട ഒരു സർക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം ായിട്ട് കഴക്കൂട്ടം മണ്ഡലത്തിൽ മുടങ്ങുന്നു എന്ന ഉള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് സർക്കാർക്കെതിരെ, അതുപോലെ തന്നെ മന്ത്രിക്കെതിരെ എല്ലാം ശക്തമായ പ്രതിഷേധ നേതൃത്വത്തിൽ ഉണ്ടാകുന്നു. കാരണം നമുക്കറിയാം കഴക്കൂട്ടം മണ്ഡലത്തിൽ മാത്രമല്ല മറ്റ് തിരുവനന്തപുരത്ത് പല ഇടങ്ങളിലും ഇപ്പോൾ നിരന്തരമായിട്ട് വെള്ളം മനഃപൂർവ്വം തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ LDF ഭരിച്ചിരുന്ന കാലത്ത് മനഃപൂർവ്വം വെള്ളം തടസ്സപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ UDFന്റെ ഭരണകാലത്തും ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. വെള്ളം ഉണ്ടായിട്ടും, ശക്തമായ മഴയും എല്ലാം ഉണ്ടായിട്ടും, വെള്ളം ഉണ്ടായിട്ടും മനഃപൂർവ്വം രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ട് വെള്ളം തടസ്സപ്പെടുത്തുന്നു. അത് ഈ BJP തിരുവനന്തപുരം മേയർക്കല്ല, തിരുവനന്തപുരം നഗരസഭയ്ക്കല്ല, ഭരണകൂടത്തിന്റെ വീഴ്ചയാണെന്ന് വരുത്തി തീർക്കാൻ മനഃപൂർവ്വ ശ്രമം നടക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇതുപോലുള്ള വെള്ളം തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നതെന്നാണ് ഇപ്പോൾ BJP നേതാക്കൾ തന്നെ പറയുന്നത്. അവിടെ ഈ സമര പരിപാടി V. മുരളീധരൻ MLA ആണല്ലോ ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹം ഈ സമര സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. കോർപ്പറേഷനിലെ BJP ഭരണത്തിലെത്തിയത് മുതൽ BJP ഭരണസമിതിയാണ് ജനങ്ങൾക്ക് വെള്ളം ലഭിക്കാതിരിക്കുന്നതിന് കാരണക്കാരെന്ന് വരുത്തി തീർക്കാനുള്ള ഗൂഢ ശ്രമങ്ങളാണ് നടക്കുന്നത്. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് അതുണ്ടായി. ഇപ്പോൾ UDF സർക്കാർ വരുമ്പോഴും ആ നടപടിക്കൊന്നും മാറ്റമില്ല. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് തികഞ്ഞ അലംഭാവമാണ് ഇക്കാര്യത്തിൽ ഉള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ കൃത്യമായി ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ BJP കൗൺസിലർമാരും BJP പ്രവർത്തകരും വാട്ടർ അതോറിറ്റിയുടെ ഈ നടപടിയെ കൃത്യമായി അത് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. എന്തായാലും ഇതേ തുടർന്നാണ് വലിയൊരു പ്രതിഷേധം അങ്ങോട്ടേക്ക് വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ കോർപ്പറേഷൻ പരിധിയിലുള്ള പഴയ പൈപ്പുകളുമൊക്കെ മാറ്റി സ്ഥാപിക്കാതെ
എല്ലാം തകരാറിലാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതൊക്കെ കൗൺസിലർമാരുടെ കുഴപ്പമാക്കി വരുത്തി തീർക്കാനുള്ള ഉദ്യോഗസ്ഥരുടെയും ചില യൂണിയനുകളുടെയും ശ്രമം ഇതിന് പിന്നിലുണ്ട് എന്നാണ് പ്രധാനമായും BJP ആരോപണം ഉന്നയിക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ ജ്യോതിഷ്? തീർച്ചയായിട്ടും ഇത് രാഷ്ട്രീയമായുള്ള വൈരാഗ്യത്തിന്റെ പേരിലാണ് എല്ലാ BJP തിരുവനന്തപുരം നഗരസഭയിൽ തുടങ്ങിയപ്പം തൊട്ട് UDF ആണെങ്കിലും അതുപോലെ തന്നെ LDF ആണെങ്കിലും മനഃപൂർവ്വം ഇതുപോലുള്ള വെള്ളം തടഞ്ഞ, അതായത് ജനങ്ങൾക്ക് ലഭിക്കുന്ന കുടിവെള്ളം തടഞ്ഞുകൊണ്ടുള്ള ഒരു വൈരാഗ്യം ണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായി അതിനെതിരെയാണ്. അതായത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ വീഴ്ചയാണ് വെള്ളം കിട്ടാത്തതെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വാട്ടർ അതോറിറ്റി പറഞ്ഞ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ വരുന്നതാണ്. അതിൽ കോർപ്പറേഷൻ UDFന്റെ ഭാഗത്തുനിന്നും LDFന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരുന്ന അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് BJP നടത്തിയ പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞിരിക്കുന്നു. ഇതേ തുടർന്ന് പ്രതിഷേധ യോഗം നടക്കുകയാണ്. വി മുരളീധരൻ MLA ആണ് ഈ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. തിരുവനന്തപുരം നഗരസഭയുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും പാർട്ടിയുടെ മേഖലാ സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീ ചെമ്പടന്തി ഉദയൻ, മറ്റ് നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, മാധ്യമപ്രവർത്തകരെ, എല്ലാവർക്കും നമസ്കാരം. കഴക്കൂട്ടത്തെ ജലദൗർലഭ്യം പരിഹരിക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. പലതരത്തിലുള്ള സമരങ്ങൾ നിയോജക മണ്ഡലത്തിനകത്ത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെല്ലാവരും ചേർന്ന് നടത്തി. എനിക്ക് ഓർമ്മയുണ്ട്, തെരഞ്ഞെടുപ്പിന് മുൻപ് ഓങ്ങമൂട് അവിടുത്തെ പമ്പിംഗ് സ്റ്റേഷന് മുന്നിൽ അവിടെ ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള സമരമടക്കം നടത്തി. പക്ഷേ ഇത്രയും കാലമായിട്ടും ഒരു പരിഹാരമുണ്ടാക്കാൻ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഒരു നടപടി ഉണ്ടായില്ല. ഒരു തെരഞ്ഞെടുപ്പ് നടന്നു, സർക്കാർ മാറി, പുതിയ സർക്കാർ ഭരണത്തിൽ വന്നു. പക്ഷേ കാര്യങ്ങളുടെ കിടപ്പിൽ ഒരു വ്യത്യാസവും ഇല്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ തരത്തിൽ കേരള വാട്ടർ അതോറിറ്റിയുടെ മുന്നിൽ ഈ സമരവുമായിട്ട് വരാൻ ഞങ്ങളെ എല്ലാവരെയും പ്രേരിപ്പിച്ചിട്ടുള്ളത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുള്ള അനാസ്ഥയും ഈ ജലദൗർലഭ്യത്തിന് കാരണമായിട്ടുള്ള അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഈ കാര്യങ്ങളിൽ ഒരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. സർക്കാരിൻ്റെ മാറ്റം കഴക്കൂട്ടത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ജീവിതം ഒരു വിധത്തിലും മെച്ചപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസം പുതുകുന്ന് പമ്പിംഗ് സ്റ്റേഷനിലുണ്ടായ സംഭവം. പുതുകുന്ന് പമ്പിംഗ് സ്റ്റേഷനിലെ 2 പമ്പുകളും ഒരേ സമയത്ത് തകരാറിലായി, കേടുപാട് വന്നു. ആ പമ്പിംഗ് സ്റ്റേഷനിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം തൊട്ട് നടക്കുന്നില്ല എന്നുള്ള വിവരമറിഞ്ഞ് ശനിയാഴ്ച രാവിലെ ആ പ്രദേശത്തെ കൗൺസിലർമാരുൾപ്പെടെയുള്ള ആളുകളോടൊപ്പം അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കുന്നതാണ്. അവിടെ ചെന്നപ്പോൾ അവിടെ പമ്പിംഗ് സ്റ്റേഷനിലെ ടെക്നീഷ്യന്മാർ പറഞ്ഞത് തലേ ദിവസം വൈകുന്നേരം തൊട്ട് പമ്പിംഗ് നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണം പമ്പ് തകരാറിലാണ്. ആഴ്ചയിൽ 2 ദിവസമാണ് പമ്പിംഗ് നടക്കുന്നത്. കഴക്കൂട്ടത്തെ 28 വാർഡുകളിൽ 18ഓ 19ഓ വാർഡുകളിലേക്കുള്ള വെള്ളം, ആ വെള്ളം ഈ പമ്പിംഗ് സ്റ്റേഷനിൽ നിന്നാണ് പോകുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കുള്ള വെള്ളം അവിടെ നിന്നാണ് പോകേണ്ടത്. ടെക്നോ പാർക്കിലേക്കുള്ള വെള്ളം അവിടെ നിന്നാണ് പോകേണ്ടത്. അങ്ങനെ ആയിരക്കണക്കിനല്ല 10,000-കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന പല സ്ഥാപനങ്ങളും പ്രദേശങ്ങളും അവിടത്തേക്കുള്ള വെള്ളം പോകേണ്ടത് പുതുകുന്ന് പമ്പിംഗ് സ്റ്റേഷനിൽ നിന്നാണ്.
അവസാനം ഞങ്ങൾ അവിടെ എത്തിയതിന് ശേഷം ഈ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന പമ്പ് പ്രവർത്തനരഹിതമായതുകൊണ്ട് വെള്ളത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന മറ്റൊരു പമ്പ് ഉപയോഗിച്ച് ഭാഗികമായിട്ട് പമ്പിങ് തുടങ്ങി. പക്ഷേ ആ പമ്പ് തകരാറിലായാൽ പകരം ഒരു സംവിധാനമില്ല. മാത്രമല്ല ആ പമ്പിൻ്റെ ശേഷി വളരെ കുറവാണ്. അപ്പോൾ ഞാൻ അന്വേഷിച്ചു ഇത് നന്നാക്കാനുള്ള വഴി എന്താ. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. എവിടെ നിന്നാണ് വരിക? ഡൽഹിക്കടുത്തുള്ള ഗാസിയാബാദിൽ നിന്നാണ് വരിക. അവർ ഫ്ലൈറ്റിലാണോ വരുന്നത് ഞാൻ അന്വേഷിച്ചു. അല്ല, തീവണ്ടിയിലാണ് വരിക എന്ന് പറഞ്ഞു. തീവണ്ടിയിൽ ടിക്കറ്റ് കിട്ടുമോ, റിസർവേഷൻ കിട്ടുമോ, ഇതൊന്നും അറിയില്ല. വളരെ ചുരുങ്ങിയ ദൂരേ ഉള്ളൂ, 2500 കിലോമീറ്റർ. 2500 കിലോമീറ്റർ ദൂരയിൽ നിന്ന് ഞാൻ ചോദിച്ചു, ഇത്ര ദൂരെ നിന്ന് ടെക്നീഷ്യൻ വരേണ്ട ആവശ്യം എന്താ? ഈ നാട്ടിലൊന്നും ടെക്നീഷ്യന്മാരില്ലേ? അല്ല, ഞങ്ങൾക്ക് പമ്പ് സപ്ലൈ ചെയ്ത കമ്പനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഗാസിയാബാദിലാണ്. അതെന്താ, ഈ നാട്ടിലൊന്നും പമ്പ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരില്ലേ? അല്ല, ഈ പമ്പ് അവിടെ നിന്നാണ് വാങ്ങിയത്. എത്രയാ വില? അപ്പോൾ പറഞ്ഞു 2 ലക്ഷത്തിൻ്റെ കുറച്ച് കൂടുതൽ വരും. അങ്ങനെ 2 പമ്പ് കൂടി 4 ലക്ഷം. എൻ്റെ കൂടെയുള്ള ചില ആളുകൾ ഗൂഗിളിൽ നോക്കിയിട്ട് പറഞ്ഞു ഇതൊരു 80,000 തൊട്ട് 1.25 ലക്ഷം വരെയാണ് വില വരുന്നത് ഗൂഗിളിലെ കണക്കനുസരിച്ച്. അപ്പോൾ ഈ 2-2.5 ലക്ഷമൊക്കെ വേറെ എവിടെ പോയി എന്ന് എനിക്കറിയില്ല. പമ്പിൻ്റെ വില തന്നെയാണോ, അതിനിടയിൽ വേറെ ആർക്കെങ്കിലും പോയതാണോ? 2024 ഡിസംബറിലാണ് പമ്പ് വാങ്ങുന്നത്. 25 ജൂലൈയിലാണ് പമ്പ് അവിടെ സ്ഥാപിക്കുന്നത്. സെപ്റ്റംബർ മാസത്തിൽ പമ്പ് തകരാറിലായി. 2025 ജൂലൈയിൽ സ്ഥാപിച്ച പമ്പ് സെപ്റ്റംബറിൽ തകരാറിലായി. സെപ്റ്റംബർ തൊട്ട് ഇന്നലത്തത് ഉൾപ്പെടെ 4 തവണ ഇതിനകം തകരാറിലായി. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഈ പമ്പ് സ്ഥാപിച്ച് 1 വർഷത്തിനിടയിൽ അവസാനത്തെ 9 മാസങ്ങൾക്കിടയിൽ 4 തവണ തകരാറിലായി. ഇനി ഈ പമ്പ് നന്നാക്കാൻ വേണ്ടി ഗാസിയാബാദിൽ നിന്ന് വരുന്ന ആളുകളെയും കാത്തിരിക്കുകയാണ് കഴക്കൂട്ടത്തെ ജനങ്ങൾ. ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം നഗരം ഏറ്റവും വേഗതയിൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന പ്രദേശമാണ് കഴക്കൂട്ടം. ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ട പ്രദേശമാണ് കഴക്കൂട്ടം. ബഹുമാന്യനായിട്ടുള്ള ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധ ഈ വിഷയത്തിൽ ഞാൻ ആകർഷിച്ചിരുന്നു നിയമസഭയിൽ. അദ്ദേഹം സമ്മതിച്ചു കഴക്കൂട്ടത്ത് രൂക്ഷമായിട്ടുള്ള ജലക്ഷാമമുണ്ട്, ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാം. മന്ത്രി സാറേ, അറിഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. ഇതിന് പരിഹാരം കണ്ടെത്താനുള്ള നടപടികളല്ലേ അടിയന്തരമായിട്ടുണ്ടാകേണ്ടത്. ഇവിടെയുള്ള കൗൺസിലർമാരും സാധാരണക്കാരുമായിട്ടുള്ള ജനങ്ങൾ, ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും, നമുക്കെല്ലാവർക്കും അറിയാം ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രൈവറ്റ് ടാങ്കറാണ്. അല്ലെങ്കിൽ ഇന്നേ വരെ ഒരു ജനപ്രതിനിധിയും പറയാത്ത കാര്യങ്ങളാണ് MLA വി മുരളീധരൻ ജനങ്ങളുടെ മുമ്പിൽ അറിയിക്കുന്നത്. 9 മാസം മുമ്പ് സ്ഥാപിച്ച ഒരു വാട്ടർ അതോറിറ്റിയുടെ ഒരു പമ്പ് 4 തവണ കേടായിരിക്കുന്നു. ആ പമ്പ് നന്നാക്കാൻ ഗാസിയാബാദിൽ നിന്ന് ആൾ വരണം പോലും. അതുകൊണ്ടാണ് കോർപ്പറേഷൻ പരിധിയിൽ വെള്ളം കിട്ടാതെ പോകുന്നത് എന്നാണ് വാട്ടർ അതോറിറ്റിയുടെ മറുപടി. ഇതാണ് മാറുന്ന തിരുവനന്തപുരം.